ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഞാനിന്ന് കാണിക്കുന്നത് ബൺ കാരമൽ പുഡിങ്ങാണ്. അടിപൊളി ടേസ്റ്റുള്ള പുഡിങ്ങാണിത്. വായിലിട്ട അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള പുഡിങ്ങാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. കൂടെ കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ 1/4 കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുള്ള ചവ്വരിയാണ്. ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ചവ്വരി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. കാരണം ചവ്വരി ആയതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് ചവ്വരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. ഒരു അരിപ്പയിലൂടെ ഊറ്റിയെടുക്കാം. ഇതിന് നല്ല പശ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഈ ഒരു പശ കളയണം നമുക്ക്. അതിനായിട്ട് ഇതിൻ്റെ ഊറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി, നോർമൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം ഇതിൻ്റെ പശയൊക്കെ അരിപ്പയിലൂടെ താഴേക്ക് പോയിക്കോളും. പശ നന്നായിട്ട് കളയണം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെക്കാം. അതിലേക്ക് ഞാൻ 2 ബണ്ണാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാനൊന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് 240 ml കപ്പിന് 2 കപ്പ് പാലാണ്. അതുകൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ഷുഗറാണ് എടുക്കുന്നത്. ഓരോരുത്തരുടെ മധുരം അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം. 1/2 കപ്പ് വരെ ഇതിലേക്ക് ചേർക്കാം. പക്ഷേ ഞാൻ 1/4 കപ്പാണ് ചേർത്തിട്ടുള്ളത്. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വരെ ചേർക്കാം. ഇനി ഇതൊന്ന് ഈ ബണ്ണൊക്കെ ഒന്ന് ഈ പാലിൽ നന്നായിട്ട് സോക്കാവുന്ന വരെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് സോക്കായിട്ടുണ്ട്. ഇനി ഇത് മതി. തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് ചൂടാറാനായിട്ട് വെക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാനൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. കൂടെ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 മുട്ടയാണ്. രണ്ടും ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 നുള്ളു ഉപ്പാണ്. അതൊന്ന് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇടുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ മറ്റൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഷുഗർ കാരമലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഞാൻ 1/4 കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ അലൂമിനിയം പാത്രം വേണം എടുക്കാനായിട്ട്. സ്റ്റീൽ പാത്രം ആകുമ്പം നന്നായിട്ട് പുകഞ്ഞ് കരി പിടിക്കും. അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ അലൂമിനിയം പാത്രം എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി ഇതൊന്ന് കാരമലാക്കി എടുക്കുക. ഒരുപാട് ഡാർക്ക് ആവാതെ ഒരു ഗോൾഡൻ കളറിലാക്കി എടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് ഗോൾഡ് കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കരിയാതെ കാരമലാക്കി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു കയ്പ്പ് രസം വരും. ഇപ്പോൾ ഇതാ ഞാൻ പുഡിംഗ് ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുക. ഏത് ട്രേ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ചോറ്റും പാത്രം ആയാലും സ്റ്റീൽ പാത്രം ആയാലും അലൂമിനിയം പാത്രം ആയാലും ഏത് വേണമെങ്കിലും എടുക്കുക. ഇനി നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡാക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ ഞാനിത് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ബൺ മിക്സ്, നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ബൺ മിക്സ് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ആ ചവ്വരി ഉണ്ടല്ലോ, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ പശയൊക്കെ നന്നായിട്ട് കളയണം കേട്ടോ. ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടകളൊക്കെ ഒന്ന്, ചവ്വരിയിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
ഇതിപ്പോൾ ഞാൻ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോയിൽ പേപ്പർ കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. ഇത് സ്റ്റീം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനൊരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇതൊന്ന് ഇറക്കി കൊടുക്കുക. വെള്ളം അത്യാവശ്യം ചൂടായിട്ടുണ്ട്, അപ്പോഴാണ് ഞാനിത് ഇറക്കി കൊടുക്കുന്നത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ഇതിന് മുൻപ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കി വെന്തോ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിയായിട്ട് വെന്തിട്ടില്ല, നടുക്ക് ചെറുതായിട്ടൊരു വേവ് കുറവുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, കത്തി നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. അപ്പോൾ എനിക്ക് ഇതിൻ്റെ വേവ് ആയിട്ടുള്ളത് 45 മിനിറ്റ്സ് ആണ്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് വെക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പതുക്കെ തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ അത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള പുഡിങ് സെറ്റായിട്ടുണ്ട്. ഇത് ഭയങ്കര സോഫ്റ്റാണ്. വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള പുഡിങ്ങാണ്. ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്ന ആ ചവ്വരി ഉണ്ടല്ലോ, അതെല്ലാം അടിയിലേക്കാണ് പോവുക. ഈ ഒരു സെറ്റായിട്ട് കിട്ടും. കാരണം നമ്മളുടെ കാരമലിൽ അത് കുതിർന്നിട്ട് ആ ഒരു ഭാഗത്തെ കാരമലിലാണ് കോട്ട് ചെയ്തിട്ട് കിടക്കുക. അതപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഇങ്ങനെ ആരും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. കൂടെ ആ കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ കണ്ടില്ലേ, കട്ട് ചെയ്തിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഭയങ്കര സോഫ്റ്റാണ്, വായിലിട്ട് അലിഞ്ഞു പോകുന്ന തരത്തിലുള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കുക. താങ്ക് യു.